ഹലോ ഗൈസ്, വിലാപത്ത് ബുദ്ധനാൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനെത്തിയ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഞാനും പപ്പയും കൂടെ ആ ഒരു ട്രെയിലർ റിവ്യൂ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ ഈ ഒരു ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരനോടൊപ്പം കോട്ടയം രമേശും അനുമോഹനും ഇവരുമൊക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ പൃഥ്വിരാജ് സുകുമാരനോടൊപ്പം എത്തുന്നത്. അതുപോലെ ചിത്രം നിർമ്മിക്കുന്നത് ഉർവശി തിയേറ്റേഴ്സിന്റെ ബാനറിൽ സന്ദീപ് അനീഷും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമെടുത്ത് നവംബർ 21 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. അപ്പൊ ജയൻ നമ്പ്യാരാണ് സംവിധാനം. ജയൻ നമ്പ്യാരിന്റെ ഫസ്റ്റ് ചിത്രം കൂടിയാണ് ഈ ചിത്രം. അപ്പം അദ്ദേഹം എത്രത്തോളം ആ ഒരു ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ടെന്നും ആ ഒരു ചിത്രത്തിന്റെ ടീസർ കാണാൻ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുമെങ്കിലും അത് നമുക്ക് തീയതി എത്രയായിരുന്നു? അപ്പൊ നവംബർ 21 തിയേറ്ററുകളിൽ എത്തുന്ന കേസ്. അപ്പൊ ആ ഒരു ചിത്രം എത്തുമ്പോൾ മാത്രമേ അദ്ദേഹം എത്രത്തോളം ആ ഒരു ഹാർഡ് വർക്കും അദ്ദേഹത്തിന്റെ ആ ഒരു ഇത് ഫസ്റ്റ് ചിത്രമായതുകൊണ്ട് എത്രത്തോളം അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് നവംബർ 21 തിയേറ്ററിൽ കാണാം. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ടീസർ ട്രെയിലർ വന്നിട്ടുണ്ട്, അത് കാണാം ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഗൈസ്. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പൊ നമുക്ക് ടീസർ റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പൊ ഗൈസ്, ഈ ഒരു ടീസറിന്റെ ലെങ്ത് വന്നിട്ട് ഏകദേശം ഒരു 2 മിനിറ്റും 29 സെക്കൻഡുമാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഇത് ടീസർ ഒന്ന് കാണാം. ഒഫീഷ്യൽ ടീസറാണ്. അപ്പൊ നമുക്ക് ടീസറിലോട്ട് കടക്കാം ഗൈസ്. നമുക്ക് ട്രെയിലർ റിവ്യൂയിലേക്ക് കടക്കാം. ഫസ്റ്റ് ട്രെയിലർ പ്ലേ. മേൽപ്പറഞ്ഞ അഡ്രസ്സിൽ കഴിഞ്ഞ 55 വർഷമായി സ്ഥിരതാമസക്കാരനായി ഞാൻ 7-5-24, 8-5-24 എന്നീ ദിവസങ്ങളിൽ കൊടൈക്കനാലിൽ പോയി തിരിച്ചു വരുമ്പോൾ എന്റെ വീടിന്റെ പുറകിൽ നിന്ന് ഏകദേശം 14 ഇഞ്ചോളം ചുറ്റുവണ്ണമുള്ള ചന്ദനമരം മോഷണം പോയതായി കാണപ്പെട്ടു. ഫോറസ്റ്റുകാരിൽ ഇഷ്ടപ്പെട്ടായതുകൊണ്ടേ നാളെ ഏണിയാവണ്ടല്ലോ എന്ന് വെച്ച് ഇവിടെ വന്ന് ചുമ്മാ ഒരു പരാതിയും കൊടുക്കും. അവൻ നോക്കി വെച്ചാൽ അവൻ കൊടുക്കും. അവന്റെ തൊഴിലായി ചന്ദനം മോഷണം. நம்ம ஹீரோ ഡബിൾ മോഹൻ. പിന്നെ നാട്ടുകാർ പലരും ഡബിൾ മോഹനൻ, സാൻഡൽ മോഹനൻ, ചിന്നലീടപ്പൻ. കൊള്ളക്കാരൻ മോഹനോടാ പ്രേമം. നീ തോറ്റാ ഞാൻ വേറൊരു ചോലക്കിന് ചെമ്പകത്തിന്റെ മോളാ. പക്ഷെ എനിക്ക് ഡബിൾ മോഹനന്റെ ഭാര്യയായിട്ട് മറയിട്ടാണ് കൂടെ നെഞ്ചു പിരിച്ചടക്കണം. സാറേ, ഡബിളിന്റെ പരിപാടിയാണെന്ന് സാറിന് അറിയാം, ഇവിടെ എല്ലാവർക്കും അറിയാം. ഗർഭിണികളെ കയറ്റി കോഴിച്ചോറ് വെച്ച് ആക്സിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞ് നീ ഞങ്ങളെ പറ്റിച്ച് കുറെ കടത്തിയതല്ലേ? ചന്ദനം. യശോധാവല്യം എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. ശുഭ്രനിറത്തിൽ വിലസി നിൽക്കുന്ന എന്നർത്ഥം. അതിന്റെ തണലിൽ നിന്നാ മതി കറമുറണ്ടവരും തണലും. അവനിലും വരട്ടെ. ഇനി ഇടപാട് നമ്മൾ തമ്മിലാ. മേടത്തിന്റെ ഉടമ ഇതിൽ കക്ഷിയല്ല. ഞാൻ വില പറഞ്ഞുറപ്പിച്ച ഇടപാടിന്റെ ഇടയിൽ തല കൊണ്ടിട്ട ആ തല ഒന്നുകൂടെ വിളയണം. അടുത്തവന്റെ നെഞ്ചത്തെ വിളച്ചിലെടുക്കല്ലേടാ. കാക്കിയിട്ട് ഒരുപാട് ഇടമാര് കയറി ഇറങ്ങി പോയ ചുരവസ്ഥ. മലയും മോഹനും അന്നും ഇന്നും ഇവിടെ തന്നെ ഉണ്ട്. പണിവരം കിടക്കുന്ന മോഹന. തിയേറ്ററിൽ 15 ചന്ദനത്തിലെ ഏറ്റവും ലക്ഷണമൊത്ത വിലായത് എനിക്കായിട്ട്. അങ്ങേരുടെ പറഞ്ഞേക്കാം, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇനിയൊണ്ടാ ഉണ്ടതിലോ. നീങ്ക വാ. നവംബർ 21 ഗൈസ് തിയേറ്റർ കൊളുത്തും. എന്തായാലും കൊളുത്തും ഉറപ്പാണ് ഗൈസ്. അപ്പം നമ്മളെ ശമ്പത്തിലേക്ക് 2 റോളിലാണെന്ന് തോന്നുന്നു ഗൈസ്. അതായത് ഞാൻ ടീച്ചർ നോക്കുമ്പോഴത്തേക്ക് ഒരു വയസ്സായ ക്യാരക്ടറും അതുപോലെ തന്നെ ഒരു യങ്ങായിട്ടുള്ള ക്യാരക്ടറിൽ അദ്ദേഹം വരുന്നുണ്ട്. എന്റെ അമ്മ ഈ ടീച്ചർ കണ്ടിട്ട് ഈ ഒരു ലെവലിൽ നിൽക്കണം. അപ്പം ഈ ഒരു ചന്ദനക്കടത്തും അത് ആനേരെയൊക്കെ സീൻ എടുത്തു വെച്ചിരിക്കണല്ലേ, ആ ഒരു ലെവലൊന്ന് ആലോചിച്ചു. അത് തിയേറ്ററിൽ കാണാൻ ആ ഒരു എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ചന്ദനക്കടത്ത് അത് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ ആ ഒരു ഗൂംസ് ബംസ്. തിയേറ്റർ ഈ പണ്ണല്. അപ്പൊ തിയേറ്ററിൽ ഏത് പണ്ണലായിരിക്കും? അപ്പൊ നമുക്ക് നവംബർ 21 അത് കാണാം ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഈ ചിത്രത്തിന്റെ റിവ്യൂ, അടുത്ത ടീച്ചറിന്റെ റിവ്യൂ ആയിട്ട് കാണാം ഗൈസ്. നിങ്ങൾ എന്തിനു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോഴും ഇരിക്കുന്നത് ചെയ് ഗൈസ്. ഇതുപോലെയുള്ള കിടിലം വീഡിയോസുമായി നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ഗുഡ് ബൈ.